അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരാളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടാൽ എന്തായി? നന്മയുടെ എല്ലാ ഖൈറിന്റെ എല്ലാ സബബുകളും അവനിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു? വിച്ഛേദിക്കപ്പെട്ടു. പിന്നെ അവനക്ക് നന്മകൾ എന്ത് ചെയ്യൂല? ലഭിക്കുകയില്ല. വത്തസ്വലത്ത് ബിഹി അസ്ബാബു ഷർ, പിന്നെ ഷർറ് നാശത്തിന്റെ സബബുകളുമായിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? ബന്ധം സ്ഥാപിക്കുന്നത്. നന്മയുടെ ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞാൽ പിന്നെ ഷർറിന്റെ ബന്ധമാണ് എന്ത് ചെയ്യണത്? അവനിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഫഅയ്യു ഫലാഹിൻ വഅയ്യു റജാഇൻ വഅയ്യു ഐഷിൻ ലിമൻ ഖതഅത് അൻഹു അസ്ബാബുൽ ഖൈർ. നന്മയുടെ സബബുകൾ മുറിഞ്ഞുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് വിജയമാണുള്ളത്? അവൻ എന്ത് പ്രതീക്ഷയാണുള്ളത്? അവന്റെ ജീവിതം എന്ത് ജീവിതമായിരിക്കും അവന്റേത്? എത്ര മോശപ്പെട്ട ജീവിതമായിരിക്കും എന്നർത്ഥം. മാത്രമല്ല വഖതഅ മാ ബൈനഹു വബൈന വലിയിഹി വമൗലാഹു അല്ലദീ ലാ ഗിനാ ലഹു അൻഹു തർഫത ഐൻ. അവന്റെയും അവന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെയും ഇടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ കൂടാതെ കണ്ണു ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും ഇവനെന്ത് ചെയ്യാൻ പറ്റൂല? ജീവിക്കാൻ സാധിക്കുകയില്ല. അവനെ തൊട്ട് ഒരു മനുഷ്യനും ധന്യനല്ല. അവന്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ദുരന്തമാണ്. വലാ ബുദ്ദ ലഹു മിൻ, അവനെ കൂടാതെ ഒരാൾക്കും ചെയ്യാൻ പറ്റൂല, ജീവിതം നിലനിർത്താൻ സാധിക്കില്ല. വലാ ഇവദ ലഹു അൻ, അവനെ തൊട്ട് പകരമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. വത്തസ്വലത് ബിഹി അസ്ബാബു ഷർ, എന്നിട്ട് അതെല്ലാം വിട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഷർറിന്റെ നാശത്തിന്റെ കാരണങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. വവസ്വല മാ ബൈനഹു വബൈന അഅദാ അദുവില്ല, എന്നിട്ട് അവനോട് ബന്ധം ചാർത്തിയിരിക്കുന്നതാരാണ്? അവന്റെ ഏറ്റവും കഠിന ശത്രുവായ പിശാചിനോട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധം ചേർക്കുന്നു. ഫതവല്ലാഹു അദുവ, അവന്റെ ശത്രുവുമായിട്ട് അവൻ കൂട്ടുകൂടിയിരിക്കുന്നു. ശത്രു അവനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫതവല്ലാഹു അദുവു, അവന്റെ ശത്രു അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഏറ്റെടുക്കും. അപ്പൊ അള്ളാഹുവിന്റെ കൂട്ട് വിട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടാ പിന്നെന്ത് ചെയ്യും? പിശാച് അവനെ റാഞ്ചിയെടുക്കും. വതഖല്ല അൻഹു വലിയു, അവന്റെ വലിയനെ തൊട്ട്, രക്ഷകർത്താവിനെ തൊട്ട്, അള്ളാഹുവിനെ തൊട്ട് അവൻ എന്ത് ചെയ്തു? മാറിയിട്ട് അവന്റെ ശത്രു അവൻ എന്ത് ചെയ്യും? ഏറ്റെടുക്കും. فلا تعلم نفس ما في هذا الانقطاع والاتصال من انواع الآلام وانعام العذاب. ഇങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് മുഖേന ഒരു മനുഷ്യനുണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ച്, വ്യത്യസ്തങ്ങളായ വേദനകളെ സംബന്ധിച്ച്, അതേപോലെ ശിക്ഷകളെ സംബന്ധിച്ച് ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുമായിട്ട് ബന്ധം വിച്ഛേദിക്കുന്നതിലൂടെ മനുഷ്യന് പല രീതിയിലുള്ള വേദനകൾ അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മനുഷ്യൻ ബോധവാനല്ല. എന്നിട്ട് പറയുകയാണ്, ഖാല ബഅദു സലഫ്, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറയലുണ്ട്, റഅയ്തുൽ അബ്ദ മുൽഖൻ ബൈനല്ലാഹി സുബ്ഹാനഹു വബൈന ശൈത്വാൻ, ഞാൻ ഒരു അടിമയെ കണ്ടു, അവനെ അള്ളാഹുവിന്റെയും ഷൈത്വാനിന്റെയും ഇടയിൽ ഇടപെട്ടിരിക്കുകയാണ്. ഫഇൻ അഅറദല്ലാഹു അൻ തവല്ലഹു ശൈത്വാൻ, അള്ളാഹു അവനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഷൈത്വാൻ എന്ത് ചെയ്യും? അവന്റെ കാര്യം ഏറ്റെടുക്കും. വഇൻ തവല്ലല്ലാഹ്, അള്ളാഹു അവനെ ഏറ്റെടുത്താലോ ലം യഖദിർ അലൈഹി ഷൈത്വാൻ, ഷൈത്വാന് പിന്നെ അവനിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അപ്പോ അള്ളാഹുവിന്റെ വലിയാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് സുരക്ഷിതമായ മാർഗം. അള്ളാഹു അവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? പിശാചിന് അവനിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ തിന്മ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇവിടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു. അള്ളാഹുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ വലിയാരാണ്? പിശാചാണ്. പിശാച് അവൻ എന്ത് ചെയ്യും? കാർന്നെടുത്തുകൊണ്ടു. പിശാചാകട്ടെ മനുഷ്യന്റെ ശത്രുവാണ്, അള്ളാഹുവിന്റെയും ശത്രുവാണ്. അള്ളാഹുവിന്റെ ശത്രുവാണെന്നതുകൊണ്ടും മനുഷ്യന്റെ ശത്രുവാണെന്നതുകൊണ്ടും അവനോട് അനുസരണക്കേട് കാണിക്കൽ, പിശാചിനെ അനുസരിക്കാതിരിക്കൽ, അവനോട് ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ നിർബന്ധമായിട്ടുള്ളതായ ബാധ്യത. പക്ഷെ തിന്മ ചെയ്യുന്നയാള് അവന് നേരെ വിപരീതമാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നർത്ഥം.